തളികയിൽ നിന്നെന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു. നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 47 അധ്യായത്തിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. യോസേഫ് തന്റെ അപ്പനായ യാക്കോബിനെയും അകത്ത് കൊണ്ടുചെന്നു. അവനെ ഫറവോന്റെ സന്നിധിയിൽ നിർത്തി. യാക്കോബ് ഫറവോനെ അനുഗ്രഹിച്ചു. ഫറവോൻ യാക്കോബിനോട് എത്ര വയസ്സായി എന്ന് ചോദിച്ചു. യാക്കോബ് ഫറവോനോട്, എന്റെ പരദേശ പ്രയാണത്തിന്റെ കാലം 130 സംവത്സരം ആയിരിക്കുന്നു. എന്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടമുള്ളതും അത്രേ. എന്റെ പിതാക്കന്മാരുടെ പരദേശ പ്രയാണമായ ആയുഷ്കാലത്തോളം എത്തിയിട്ടുമില്ല എന്ന് പറഞ്ഞു. യാക്കോബ് ഫറവോനെ പിന്നെയും അനുഗ്രഹിച്ചു. ഫറവോന്റെ സന്നിധിയിൽ നിന്ന് പോയി. സങ്കീർത്തനം 119:54 വാക്യം. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എന്റെ കീർത്തനം ആകുന്നു. സാൽവേഷൻ ആർമിയിലെ കേണൽ സാമുവൽ ലോഗൻ ബ്രങ്കലിനെ ഒരിക്കൽ മഹാനായ കേണൽ ബ്രങ്കൽ എന്ന് ഒരാൾ പരിചയപ്പെടുത്തി. അന്ന് രാത്രി അദ്ദേഹം തന്റെ ജേർണലിൽ ഇങ്ങനെ എഴുതി: അവരുടെ ദൃഷ്ടിയിൽ ഞാൻ വലിയവനാണെന്ന് തോന്നുന്നുവെങ്കിൽ നീയില്ലാതെ ഞാൻ ഒന്നുമില്ലെന്ന് കാണുവാൻ കർത്താവ് എന്നെ സഹായിക്കുന്ന കൃപയ്ക്കായി ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അവൻ എന്നെ ഉപയോഗിക്കുകയാണെന്നും ആ ജോലി പൂർത്തിയാക്കുന്നത് ഞാനല്ലെന്നും എനിക്ക് നല്ല ബോധ്യമുണ്ട്. കോടാലിക്ക് താൻ വെട്ടിയ മരങ്ങളിൽ അഭിമാനിക്കാനാവില്ല. മരം മുറിക്കുന്ന വ്യക്തിയില്ലാതെ അതിനൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. അവനതുണ്ടാക്കി, അവനതിന് മൂർച്ച കൂട്ടി, അവനത് ഉപയോഗിച്ചു. അവനതിനെ വലിച്ചെറിയുന്ന നിമിഷം അത് ഉപയോഗശൂന്യമായ ഒരു പഴയ ഇരുമ്പ് കഷ്ണം മാത്രമായി മാറുന്നു. ഓ, ഞാൻ ഈ സത്യം ഒരിക്കലും മറന്നു പോകരുതേ. യാക്കോബിന്റെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ ഈ മഹത്തായ സത്യം താൻ മനസ്സിലാക്കി. കനാനിലെ ക്ഷാമകാലത്ത് യാക്കോബും കുടുംബവും ഭക്ഷണത്തിനായി ബുദ്ധിമുട്ടുകയായിരുന്നു. മിസ്രൈമിൽ ഇനിയും ധാന്യം വിൽക്കാനുണ്ടെന്ന് കേട്ടപ്പോൾ യാക്കോബ് തന്റെ മക്കളെ ധാന്യം വാങ്ങിക്കുവാൻ മിസ്രൈമിലേക്ക് അയച്ചു. ഈ യാത്ര അവരുടെ മാനസാന്തരത്തിലേക്ക് അവരെ നയിച്ചതായി നാം കണ്ടു. അവർ ഇസ്മായേല്യർക്ക് 20 വെള്ളിക്കാശിന് അനേക വർഷം മുമ്പ് വിറ്റുകളഞ്ഞ അവരുടെ സഹോദരനായ യോസേഫ് ജീവിച്ചിരിപ്പുണ്ടെന്ന് ഈ യാത്രയിൽ അവർ കണ്ടെത്തി. അത്രയുമല്ല, അവനിപ്പോൾ മിസ്രൈമിന്റെ അധിപതിയായിരിക്കുന്നു. അവരെ കുറ്റപ്പെടുത്തുന്നതിനോ നിരസിക്കുന്നതിനോ പ്രതികാരം ചെയ്യുന്നതിനോ പകരം യോസേഫ് ക്ഷാമകാലത്തുടനീളം അവർക്ക് വേണ്ടി കരുതിക്കൊള്ളാമെന്ന് അവരോട് വാഗ്ദാനം ചെയ്തു. അവരുടെ പിതാവിനെയും കുടുംബത്തെയും മിസ്രൈമിലേക്ക് കൊണ്ടുവരുവാൻ ആവശ്യമുള്ള രഥങ്ങളും ഭക്ഷണ സാധനങ്ങളും അവരുടെ അയച്ചു. യാക്കോബിന് സമൃദ്ധമായ വസ്തുക്കളും കന്നുകാലികളും ഉണ്ടായിരുന്നു. എന്നാൽ 2 വർഷത്തെ ക്ഷാമത്താൽ അവ കുറഞ്ഞു പോയിരിക്കണം. മിസ്രൈമിൽ സ്ഥിരതാമസമാക്കുന്നതിന് മുൻപ് മിസ്രൈമിന്റെ രാജാവായ ഫറവോനുമായ ഒരു കൂടിക്കാഴ്ച ഒഴിച്ചുകൂടാനാവാത്തതായിരുന്നു. ഭൗമിക ഉയരത്തിൽ അവർ തമ്മിൽ യാതൊരു താരതമ്യവുമില്ല. ഒരു ഭാഗത്ത് തന്റെ
കുടുംബത്തിനും ആടുമാടുകൾക്കും ഭക്ഷണത്തിനായി ആവശ്യമുള്ള ഒരു വ്യക്തി. മറുഭാഗത്ത് രാജാവായ ഫറവോന്റെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഒരു ഭാഗത്ത് ഏകദേശം 72 പേരടങ്ങിയ ഒരു കുടുംബത്തിന്റെ നാഥൻ മാത്രമായി ആണ് യാക്കോബ് ഇരുന്നത്. ഇപ്പോൾ അവനൊരു അഭയാർത്ഥിയാണ്. അയാളാണ് മിസ്രൈമിലേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ അറിയപ്പെടുന്ന ലോകത്തിൽ പരന്നു കിടക്കുന്ന മിസ്രൈം സാമ്രാജ്യം അടക്കി ഭരിക്കുന്ന ഭരണാധികാരിയായി ഫറവോൻ മറുഭാഗത്ത് നിൽക്കുന്നു. എന്നിരുന്നാലും യാക്കോബ് ഫറവോന്റെ മുൻപിൽ അമ്പരന്ന് പോയതായി കാണുന്നില്ല. ഫറവോന്റെ ചോദ്യത്തിന് താഴ്മയോടെ തന്റെ സംഭവബഹുലമായ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി താൻ ഉത്തരം പറയുന്നു. തന്റെ പരദേശ പ്രയാണത്തിൽ വർഷങ്ങൾ ചുരുക്കവും കഷ്ടമുള്ളതും ആയിരുന്നു. തന്റെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ജീവിതങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അവ തീർച്ചയായും കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞതായിരുന്നു. തന്റെ ജീവിതവുമായി തട്ടിച്ചു നോക്കുമ്പോൾ യോസേഫും അനേക പ്രതിസന്ധികളിലൂടെ കടന്നുപോയതായി നാം കാണുന്നു. എന്നാൽ അവയൊന്നും താൻ തന്നെ വരുത്തിവെച്ചതായിരുന്നില്ല. എന്നാൽ യാക്കോബിന്റെ ജീവിതത്തിലെ മിക്ക പ്രശ്നങ്ങളും താനെടുത്ത മോശമായ തീരുമാനങ്ങളാലും തന്റെ അവിശ്വാസത്താലും വന്നു ഭവിച്ചതാണ്. മാതാപിതാക്കൾ തങ്ങളുടെ ഇഷ്ടപുത്രന്മാരോട് പക്ഷപാതത്തോടെ പെരുമാറിയിരുന്ന ഒരു കുടുംബത്തിലായിരുന്നു താൻ ജനിച്ചു വളർന്നത്. ഒരു ബലഹീന നിമിഷത്തിൽ തന്റെ സഹോദരനായ ഏശാവിന്റെ ജ്യേഷ്ഠാവകാശം ഒരു പാത്രം പായസം നൽകി താൻ തട്ടിയെടുത്തു. അന്ധനായ തന്റെ പിതാവിൽ നിന്ന് തന്റെ ഇഷ്ടത്തിന് വിപരീതമായി അനുഗ്രഹം പിടിച്ചു വാങ്ങി. അത് നിമിത്തം തനിക്ക് തന്റെ സ്വന്തം ഭവനം വിട്ട് ദൂരെ തന്റെ മാതൃ സഹോദരൻ ജീവിച്ചിരുന്ന പതനരാമിൽ പോയി ജീവിക്കേണ്ടി വന്നു. താനൊരു സ്ത്രീയെ സ്നേഹിച്ചു. എന്നാൽ 4 പേരെ ഭാര്യമാരായി സ്വീകരിക്കേണ്ടതായി വന്നു. ഇത് തന്റെ കുടുംബത്തിൽ നിരന്തരമായ വഴക്കിനും അസൂയയ്ക്കും കാരണമായി തീർന്നു. തന്റെ മാതൃ സഹോദരനായ ലാബാൻ തന്റെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ തന്നെ വഞ്ചിച്ചു. തന്റെ പ്രതിഫലത്തോടുള്ള ബന്ധത്തിൽ തന്നെ വഞ്ചിക്കുവാൻ അവൻ ശ്രമിച്ചെങ്കിലും ദൈവം അനുവദിച്ചില്ല. ഒടുവിൽ അവൻ തന്റെ അമ്മായിയപ്പന്റെ അടുത്തു നിന്ന് രഹസ്യമായി ഓടിപ്പോവുകയും തന്നെ പിന്തുടർന്നു വന്ന ലാബാൻ അവനെ ഉപദ്രവിക്കുന്നതും ദൈവം തന്നോട് ഇടപെടേണ്ടതായി വന്നു. വഴിയിൽ വെച്ച് തന്റെ സഹോദരനായ ഏശാവ് തന്നെ എതിരേറ്റു വരുന്നു എന്ന് കേൾക്കുകയും അവൻ തന്നോട് പ്രതികാരം ചെയ്യുവാൻ വരികയാണെന്ന് ചിന്തിച്ച് വളരെ ഭയചകിതനാവുകയും ചെയ്തു. അവർ കണ്ടുമുട്ടുകയും സമാധാനപരമായി വേർപിരിയുകയും ചെയ്തുവെങ്കിലും യാക്കോബ് തന്റെ പിതാവിന്റെ വീട്ടിലേക്ക് മടങ്ങുന്നതിന് പകരം ശേഖേമിൽ താമസമാക്കി. ശേഖേമിൽ തന്റെ ഏകമകൾ ദീന ദ്രോഹിക്കപ്പെട്ടു. പ്രതികാരമായി അവന്റെ 2 ആൺമക്കൾ നഗരത്തിലെ പുരുഷന്മാരെയൊക്കെയും കൂട്ടക്കൊല ചെയ്യുകയും അവരുടെ സ്ത്രീകളെ ബന്ദികളാക്കുകയും ചെയ്തു. ഇതുമൂലം ചുറ്റുമുള്ള കനാന്യർ തന്നോട് പ്രതികാരം ചെയ്യുമെന്ന് അവൻ ഭയപ്പെട്ടു. തന്റെ പ്രിയപത്നിയായ റാഹേൽ ബേത്ലഹേമിലേക്കുള്ള യാത്രാമധ്യേ പ്രസവത്തിൽ മരണപ്പെട്ടു. അവന്റെ ആദ്യ മകൻ രൂപൻ തന്റെ വെപ്പാട്ടുകൾ ഒരുവളുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു. അവന്റെ പ്രിയപ്പെട്ട മകൻ യോസെഫിനെ ഒരു ദിവസം കാണാതാവുകയും അവനൊരു വന്യജീവിയാൽ പറിച്ചുകീർപ്പെട്ടു എന്ന് അനുമാനിക്കുകയും ചെയ്തു. എന്നിരുന്നാലും അവനെ യഥാർത്ഥത്തിൽ അവന്റെ സഹോദരന്മാർ വിറ്റതായിരുന്നു. യാക്കോബിന്റെ മക്കൾ ഏകദേശം 20 വർഷത്തോളം തങ്ങളുടെ കുറ്റകൃത്യം അവരുടെ പിതാവിൽ നിന്ന് മറച്ചുവെച്ചു. ഒടുവിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയായ ക്ഷാമം ഉണ്ടായപ്പോൾ തന്റെ മക്കളെ മിസ്രൈമിലേക്ക് അയക്കേണ്ടതായി വന്നു. ആ യാത്രയിൽ അവന്റെ മക്കളുടെ മേൽ ചാരവൃത്തി ആരോപിക്കപ്പെട്ടു. തങ്ങൾ സത്യസന്ധരാണെന്ന് തെളിയിക്കുന്നതുവരെ അവരിൽ ഒരാളെ ബന്ദിയാക്കി. യോസെഫിന്റെ ഇളയ സഹോദരൻ ബെന്യാമീനെ കൊണ്ടുവന്നാൽ മാത്രമേ അവർക്ക് മടങ്ങുവാൻ സാധിക്കൂ എന്നുള്ള നിബന്ധന വന്നു. ബെന്യാമീനെ മിസ്രൈമിലേക്ക് അയച്ചുകൊണ്ട് അവന്റെ സുരക്ഷ അപകടത്തിലാക്കുവാൻ യാക്കോബ് നിർബന്ധിതനായി. അല്ലെങ്കിൽ അവന്റെ മുഴുവൻ കുടുംബവും പട്ടിണിയിലാകുമായിരുന്നു. എല്ലാം എനിക്ക് പ്രതികൂലമെന്ന് താൻ ആ സമയത്ത് പറയുകയുണ്ടായി. ഫറവോന്റെ മുൻപിൽ തന്റെ ജീവിതത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ ശരിയായിരുന്നു എന്നീ വസ്തുതകളാൽ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ദൈവജനം അബ്രഹാമിന്റെയോ ഇസഹാക്കിന്റെയോ യോസെഫിന്റെയോ പേരിലല്ല,
മറിച്ച് അവരെ യാക്കോബ് അല്ലെങ്കിൽ ഇസ്രായേൽ എന്നാണ് ദൈവം വിളിക്കുന്നത്. പരാജയങ്ങൾ, തെറ്റുകൾ, അവിശ്വാസം, മോശം തീരുമാനങ്ങൾ, ബലഹീനത, സ്വയം ഇച്ഛാശക്തി എന്നിവയാൽ യാക്കോബിന്റെ സ്വഭാവം മനുഷ്യ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു. ദൈവത്തിന്റെ മാത്രം അനുഗ്രഹം നേടുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും മൂല്യമുള്ള കാര്യം എന്ന വിശ്വാസമാണ് അവൻ അനുകൂലമായ ഒരു കാര്യം. ബലഹീനനാണെങ്കിലും അവൻ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം ലഭിക്കാൻ അതിയായി വാഞ്ചിച്ചു. യെശയ്യാവിന്റെ പ്രവചനം 41 അധ്യായത്തിന്റെ 14 നാം ഇങ്ങനെ വായിക്കുന്നു: പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരിഷയെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ. പുഴുക്കൾ ചെറുതും ദുർബലവും എളുപ്പത്തിൽ നശിപ്പിക്കുന്നതുമാണ്. തങ്ങളിൽ തന്നെ ഇസ്രായേൽ മക്കൾക്ക് അധികാരമോ മഹത്വമോ ഇല്ലായിരുന്നു. ആളുകൾ ഒരു പുഴുവിനെ ചവിട്ടിമെതിക്കുന്നത് പോലെ മറ്റു രാജ്യങ്ങൾ അവരെ ചവിട്ടിമെതിച്ചിരുന്നു. എന്നാൽ ദൈവം തന്റെ ജനത്തിന് വിടുതൽ വാഗ്ദാനം ചെയ്യുന്നു, അവരുടെ ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണവും ഒടുവിൽ വിജയവും. അധ്യായത്തിന്റെ 10 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവം ആകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ദൈവം അവരോടുകൂടെ ഉള്ളതുകൊണ്ട് ഇസ്രായേലിന്റെ ശത്രുക്കൾ നശിപ്പിക്കപ്പെടും. 15 വാക്യത്തിൽ നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും, നിന്നോട് വാദിക്കുന്നവർ നശിച്ച് ഇല്ലാതെയാകും. അവർ ബലഹീനതയുടെയും പ്രതിരോധമില്ലായ്മയുടെയും പ്രതിരൂപമാണെങ്കിലും സർവശക്തനായ ദൈവം അവരുടെ പക്ഷത്താണെന്ന വസ്തുത അവരെ വളരെ പ്രത്യേകതയുള്ളവരായി മാറ്റി. തന്റെ ജീവിതവും ഹ്രസ്വവും തിന്മ നിറഞ്ഞതുമാണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചെങ്കിലും ഈ ദുർബലനും മർദ്ദനമേറ്റ മനുഷ്യനുമായ മനുഷ്യന് ലോകത്തിലെ ഏറ്റവും വലിയ രാജാവിനെ അനുഗ്രഹിക്കാൻ കഴിഞ്ഞു എന്നത് കുറികൊള്ളേണ്ട വസ്തുതയാണ്. എബ്രായർ 7:7 നാം ഇങ്ങനെ വായിക്കുന്നു: ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്നതിന് തർക്കം ഏതുമില്ലല്ലോ. യാക്കോബ് എങ്ങനെയാണ് മഹാനായ ഫറവോനേക്കാൾ വലിയവനായത്? ദൈവകൃപയാൽ. ദൈവകൃപ അവനെ തെരഞ്ഞെടുത്തു, വിശ്വാസത്താൽ അവനെ അനുഗ്രഹിച്ചു. യാക്കോബ് ജനിക്കുന്നതിന് മുമ്പ് തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചിത്രം നാം ഇവിടെ കാണുന്നു. ഏശാവിന്റെ പ്രതികാരത്തെ ഭയന്ന് പദ്ദൻഅരാമിലേക്ക് ഓടിപ്പോകുമ്പോൾ അവന് ദൈവത്തിന്റെ വാഗ്ദത്തം ലഭിച്ചു. ദൈവകോപത്തെ ഭയന്ന് പാപികളായിരിക്കുമ്പോൾ തന്നെ സുവിശേഷം വിശ്വസിക്കുവാനുള്ള വിളി നമുക്ക് ലഭിച്ചു. നമ്മൾ ദൈവത്തിൽ നിന്നും മനുഷ്യനിൽ നിന്നും അകന്നിരിക്കുമ്പോൾ, പലപ്പോഴും നിരാശയുടെ അടിത്തട്ടിൽ നാം ആയിരിക്കുമ്പോൾ, അപ്പോഴാണ് നാം ദൈവകൃപയെ കണ്ടുമുട്ടുന്നത്. വിശ്വാസത്തിലൂടെയുള്ള കൃപയാൽ അവൻ ദൈവത്തിന്റെ വിശുദ്ധനായി തീർന്നു. ഇതാണ് സുവിശേഷം പറയുന്നത്. കൃപയാൽ, വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ സ്വന്തം ബലഹീനതകളും തെറ്റുകളും മൂലമുണ്ടാകുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ പ്രതിബദ്ധത പുതുക്കി നമ്മെ രൂപാന്തരപ്പെടുത്തുവാനായി ദൈവം നമ്മോട് ഇടപെടുന്നു. പാപം പെരുകിയെടുത്ത് കൃപയും അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. എന്നാൽ നാം താഴ്മയോടെ കർത്താവിനെ വിശ്വാസത്തിൽ അനുഗമിക്കുമ്പോൾ നമുക്ക് അബ്രഹാമിന്റെ വാഗ്ദത്തം ലഭ്യമാകും. നമ്മുടെ തലമുറയ്ക്ക് നാം ഒരു അനുഗ്രഹമായി മാറും. അത് നമ്മുടെ ബലഹീനതകൾ കൊണ്ടല്ല, മറിച്ച് നമ്മുടെ ബലഹീനതകൾ കണക്കിടാതെ ദൈവം നമുക്ക് നൽകുന്ന കൃപയാണ്. ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് പിടിച്ചു പറ്റാനുള്ള നമ്മുടെ ശ്രമങ്ങൾക്കിടയിലും അവൻ നമ്മോട് ദയ കാണിക്കുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതം നാം സ്വയം രൂപപ്പെടുത്തിയതല്ല. അതെല്ലായ്പ്പോഴും ദൈവത്തിൽ നിന്നും അവനിലൂടെയും അവനിലേക്കും ഉള്ളതാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തിയാക്കുന്നവനുമായ ക്രിസ്തുവിനെ നമുക്ക് ഓർക്കാം. അവൻ എന്നേക്കും മഹത്വം. ഒരു പഴയ കവിതയിലെ ഏതാനും വരികൾ മനസ്സിൽ തെളിഞ്ഞു വരുന്നു. ഞാൻ ആശിച്ചതിലും യേശുവേ നീ എത്ര നല്ലവൻ, എൻ സർവഭീതിയിലും അത്താണിയാണ് നീ, എൻ ബലഹീന ശ്രമങ്ങളാൽ ഒരു മികവുള്ള പാലവും നിർമ്മിച്ചു താൻ എൻ കണ്ണീരിനാൽ ഒരു വർണ്ണരാജിയും.
മോചനം വീണ്ടും ജനനവും നീചപാപി എന്മേൽ വസിപ്പാ നിന്നാത്മാവിന്റെ ദാനവും നീ തന്നു സ്വർഗാനുഗ്രഹങ്ങളും നിൻ മഹാ